ശ്രീ നിയാസ്, അവിടെ പ്രധാനമന്ത്രി എത്തുന്ന സാഹചര്യമുണ്ടായി. മുഖ്യമന്ത്രി പോയി അവിടെ സ്ഥിതിഗതികൾ വിലയിരുത്തി. കഴിഞ്ഞ ദിവസമാണ് അവിടെ ഓൾ പാർട്ടി മീറ്റ് സർവകക്ഷി യോഗം വിളിച്ചു ചേർത്തത്. സംസ്ഥാനം കണ്ട ഏറ്റവും വലിയ ദുരന്തവും ദുരന്തത്തിന് ശേഷം നടന്ന മികച്ച രക്ഷാപ്രവർത്തനമാണ് നടന്നതെന്ന് സർവകക്ഷി യോഗം അഭിപ്രായപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി. അതായത് പ്രതിപക്ഷം കാര്യമായി ഈ ഒരു തരത്തിലുള്ള വിമർശനവും ഈ വിഷയത്തിൽ ഉന്നയിച്ചിട്ടില്ല. വലിയ രീതിയിലുള്ള രക്ഷാപ്രവർത്തനമാണ്, ദുരിതാശ്വാസ പ്രവർത്തനമാണ് അവിടെ നടന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. പക്ഷേ ഇവിടെ പ്രധാനമന്ത്രി വരുന്നൊരു സാഹചര്യമുണ്ടായി. അദ്ദേഹം നേരിട്ട് ഇവിടെ സ്ഥിതിഗതികൾ വിലയിരുത്തിപ്പോയി. പക്ഷേ കേരളം ആവശ്യപ്പെട്ട ഒരു അടിയന്തര സഹായം നൽകാൻ ഇതുവരെ കേന്ദ്രം തയ്യാറായിട്ടില്ല. കോൺഗ്രസിന്റെ നിലപാട് എന്താണ് ഇക്കാര്യത്തിൽ? തീർച്ചയായും നമ്മുടെ കേരളത്തിൽ ഇതുവരെ ഉണ്ടാകാത്ത രീതിയിലുള്ള ഒരു ലാൻഡ് സ്ലൈഡാണ് ഉണ്ടായിട്ടുള്ളത്. മാത്രമല്ല അതിന്റെ ഗൗരവതരമായ സാഹചര്യങ്ങൾ പ്രധാനമന്ത്രി നേരിട്ട് വന്ന് സന്ദർശനം നടത്തുകയും ചർച്ച ചെയ്യുകയും ചെയ്തതാണ്. പക്ഷെ ഇതുവരെയും ഇത് സംബന്ധിച്ച് ഒരു പ്രഖ്യാപനം നടത്തുകയോ അത് സംബന്ധിച്ച് ഒരു തീരുമാനമെടുക്കുകയോ ചെയ്യാതിരിക്കുമ്പോൾ സ്വാഭാവികമായും സാമ്പത്തികമായി ഏറെ ബുദ്ധിമുട്ടുള്ള കേരളത്തിലെ സർക്കാരിന് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ പ്രതിപക്ഷം ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാരിനോട് പൂർണ്ണമായും ചേർന്ന് നിന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ തീരുമാനമെടുത്തിരിക്കുന്നത്. ഞങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്ന പല കാര്യങ്ങളിലും സർക്കാർ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു നിലപാടും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളുമാണ് ചെയ്തിട്ടുള്ളത്. പക്ഷെ ഇതിനൊരു അന്തിമ തീരുമാനമുണ്ടാക്കണമെങ്കിൽ ആ തീരുമാനങ്ങൾ ഏറ്റവും ഭംഗിയായി ചെയ്യേണ്ടത് സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരാണ്. കേന്ദ്ര സർക്കാർ ഇങ്ങനെ ഇപ്പൊ പറയുന്ന കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തിന്റെ റിപ്പോർട്ട് കിട്ടി. സംസ്ഥാനത്തിന്റെ റിപ്പോർട്ടാണ് മുഖ്യമന്ത്രി നേരിട്ട് പോയി ഡൽഹിയിൽ പോയി തന്നിരിക്കുന്നത്. പിന്നെ കേന്ദ്രത്തിന്റെ ഉദ്യോഗസ്ഥന്മാരെ ഇക്കാര്യത്തിൽ നിയമിച്ച് അവരുടെ റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ ആലോചിക്കേണ്ടത്, ഞാൻ അങ്ങനെ മറ്റു സംസ്ഥാനങ്ങളെ കമ്പയർ ചെയ്ത് പറയുകയല്ല, BJP ഭരിക്കുന്ന മറ്റു സംസ്ഥാനങ്ങളിൽ ഇതിന് സമാനമായ രീതിയിലുള്ള ദുരന്തങ്ങൾ ഉണ്ടായപ്പോ മറ്റൊന്നും നോക്കാതെ കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിക്കുമ്പോൾ കേരളത്തോട് മാത്രം ഒരു ചിറ്റമ്മ നയം കാണിക്കുന്നു എന്ന് ഞങ്ങൾക്ക് തോന്നിപ്പോകുന്നുണ്ട്. അത് കേരളത്തിലെ നീലിമക്ക് മാത്രമല്ല ഞങ്ങൾക്കൊക്കെ തോന്നുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു കേരളത്തിലെ ജനങ്ങളോട് ഇത്രയേറെ ഒരു നിരുത്തരവാദപരമായ നിലപാട് സ്വീകരിക്കുന്നത് ഒട്ടും ഭംഗിയല്ല. പ്രത്യേകിച്ച് വയനാടിനെ പോലെ വളരെ സാധാരണക്കാരും പാവപ്പെട്ടവരും ആദിവാസികളും ഒക്കെ ആയുള്ള ആൾക്കാർ ഇടനീക്കി നിൽക്കുന്ന സ്ഥലത്ത് വലിയ പ്രയാസമാണ്. മാത്രവുമല്ല ഇപ്പോ നമുക്ക് ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേരള ഗവൺമെന്റ് തന്നെ ഇടപെട്ട് അവരെയെല്ലാം വാടക വീട്ടിലേക്കാക്കി വാടക കൊടുക്കാമെന്ന് പറഞ്ഞ് അവർക്ക് താമസിക്കാൻ ആവശ്യമായ കിറ്റുകളും നൽകിയിട്ടുണ്ട്. അതൊക്കെ വളരെ പോസിറ്റീവാണ്. മാത്രമല്ല ഞങ്ങൾ എല്ലാ കാര്യത്തിലും വിമർശിക്കുന്നവരാണെന്ന് ദിലീപ് വിചാരിക്കരുത്. കേരള ഗവൺമെന്റ് ഇക്കാര്യത്തിൽ ഈ ദുരന്ത മേഖലകളിൽ ചെയ്ത കോർഡിനേഷൻ, മന്ത്രിമാരുടെ തലത്തിൽ ഉപസമിതിയുടെ പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട പ്രാഥമിക കാര്യങ്ങളിലൊക്കെ വളരെ പോസിറ്റീവായും വളരെ ക്രിയാത്മകമായ ഇടപെടലുകളാണ് നടത്തിയത് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. അതിലൊന്നും ഞങ്ങൾക്ക് യാതൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ല ഇക്കാര്യത്തിൽ. അപ്പൊ അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഈ കേരളത്തിലെ മൊത്തം ആവശ്യങ്ങൾ ഈ കേരളത്തിലെ മുഖ്യമന്ത്രിയും കേരളത്തിലെ ഗവൺമെന്റും പ്രതിപക്ഷം കൂടി ആലോചിച്ചെടുത്തിരിക്കുന്ന തീരുമാനങ്ങൾ 100% നടപ്പിലാക്കി കിട്ടുക തന്നെ വേണം. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായി തന്നെയാണ് ഞങ്ങൾ അതിനുള്ള ആവശ്യങ്ങൾ കേരളത്തിലെ MP-മാർ, UDF-ന്റെ MP-മാർ, കോൺഗ്രസിന്റെ MP-മാർ ഉണ്ടാകും. പ്രതിപക്ഷ നേതാവ് തന്നെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി തന്നെ ഇക്കാര്യത്തിൽ അത് തന്നെയാണ് നിയാസ് കേരളത്തിന്റെ ഏറ്റവും വലിയ ആവശ്യം എന്ന് പറയുന്നത്. മുൻകാലങ്ങളിലെല്ലാം അപേക്ഷിച്ച് കേരളത്തിന്റെ ആവശ്യങ്ങൾ വരുമ്പോൾ പുറംതിരിഞ്ഞു നിൽക്കുന്ന MP-മാരെയാണ്, ലോക്സഭ MP-മാരെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അതിൽ നിന്ന് വിഭിന്നമായി ഈ വിഷയത്തിലെങ്കിലും ഒരുമിച്ച് നിൽക്കാനുള്ള ഒരു വിശാല മനോഭാവം UDF-ന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ തന്നെ അത് വലിയ ആശ്വാസകരമായ കാര്യമാണ്. മാത്രമല്ല ഇതിനൊരു പൊളിറ്റിക്സ് നാം തിരിച്ചറിയണം. ഈ ദുരന്തം നടന്നതിന് ശേഷമാണ് ത്രിപുരയിൽ വലിയ വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടാകുന്നത്. ഒരു സംസ്ഥാനത്തെ സഹായിക്കേണ്ട എന്നതല്ല ഞാൻ പറഞ്ഞു വരുന്നത്. അവിടെ ഈ കാഷ്വാലിറ്റിയൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ, വയനാടിൻ്റെ കാഷ്വാലിറ്റി അപേക്ഷിച്ച് നോക്കുമ്പോൾ ത്രിപുരയിൽ എത്രയോ കുറവായിരുന്നു. അവിടെ ഉടനെ കൊടുക്കുകയാണ് 50 കോടി രൂപയുടെ അടിയന്തര സഹായം. പക്ഷേ കേരളത്തിന് അത്തരത്തിലൊരു സഹായം കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കാത്തൊരു സാഹചര്യമുണ്ട്. ഈ ഇരട്ടത്താപ്പ് കൃത്യമായി ഈ കേരളത്തിൽ നിന്നുള്ള MP-മാർ ചൂണ്ടിക്കാട്ടേണ്ടതല്ലേ? അതിനുള്ള ഒരു മുൻകൈയെടുക്കാനുള്ള നിർദ്ദേശം പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്തുനിന്ന് UDF സംവിധാനത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാമോ? തീർച്ചയായും ഇക്കാര്യത്തില് നിലിമ പറഞ്ഞ മറ്റു കാര്യങ്ങളിലൊക്കെ ഞങ്ങൾക്ക് വാട്ടവർ ഏതെല്ലാം കാലത്ത് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുണ്ടോക്കെ ശരി. ദുരന്ത മേഖലകളിൽ ഇത്തരം പ്രത്യേകിച്ച് ഈ വയനാട് ദുരന്ത മേഖലകളിൽ ഞങ്ങൾ
അകമഴിഞ്ഞ പിന്തുണയാണ് ഗവൺമെന്റിനോട് ചെയ്തിട്ടുള്ളത്. ഗവൺമെന്റ് ഇക്കാര്യത്തിൽ പ്രതിപക്ഷത്തെ വിശ്വാസത്തിലിടുന്നതാണ് പോയിട്ടുള്ളത്. നിങ്ങൾ ആലോചിക്കുന്ന ദുരന്തം ഉണ്ടായത് പിറ്റേ ദിവസം, അതായത് അർദ്ധരാത്രിയാണ് ദുരന്തം ഉണ്ടായത്. പിറ്റേ ദിവസം ഇക്കാര്യം പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ലോകസഭയിൽ ഉന്നയിക്കുമ്പോൾ പോലും കേരള ഗവൺമെന്റിനെ കുറ്റപ്പെടുത്തുന്ന അല്ലെങ്കിൽ കുറ്റപ്പെടുത്താൻ കഴിയുന്ന രീതിയിലുള്ള ഒരു ന്യായീകരണമാണ് സർക്കാരിന്റെ ഭാഗത്തും മന്ത്രിമാരുടെ ഭാഗത്തും സഭയിൽ ഉണ്ടായി എന്നുള്ളത് നമ്മൾ എല്ലാവർക്കും അറിയാം. ആ കാര്യത്തിൽ പോലും അങ്ങനെയല്ല, നിങ്ങൾ ഇപ്പോൾ അടിയന്തരമായ സഹായങ്ങൾ ചെയ്യുകയാണ് വേണ്ടതെന്ന് നിലപാടെടുത്തത്. അങ്ങ് ചോദിച്ചോ, അങ്ങ് പറഞ്ഞ കാര്യങ്ങളിൽ 100% കേരളത്തിലെ UDFന്റെ 18 MP-മാരും രാജ്യസഭാ MP-മാരും ഉൾപ്പെടെയുള്ള എല്ലാവരും പ്രതിപക്ഷ നേതാവ് ബഹുമാന്യനായ നമ്മുടെ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇക്കാര്യത്തിൽ എന്തെല്ലാം സാധ്യമായ, അത് ഫ്ലോറിലാണെങ്കിലും അല്ലാതെയാണെങ്കിലും വേണ്ടി വന്ന പ്രക്ഷോഭത്തിലാണെങ്കിൽ പോലും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഈ കേരള സർക്കാരിന്റെ ഈ ആവശ്യത്തോട് 100% ഞങ്ങളുടെ ഭാഗത്തുണ്ടാവും. കേരളത്തിലെ പ്രതിപക്ഷ നേതാവ്, അത് നമുക്കറിയാം, പല കാര്യങ്ങളിലും കേരളത്തിലെ പ്രതിപക്ഷ നേതാവും കേരളത്തിലെ മുഖ്യമന്ത്രി മന്ത്രിസഭയുമായും പല കാര്യത്തിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം. പക്ഷെ ഇവിടെ കേരളത്തിലെ പ്രതിപക്ഷ നേതാവും വളരെ ഏറെ കേരള സർക്കാരിനോടൊപ്പമാണ് നിന്നിട്ടുള്ളത്. മാത്രവുമല്ല, ഞങ്ങൾ തന്നെ ഇക്കാര്യത്തിൽ കേരള ഗവൺമെന്റിനോട് ആലോചിച്ചാണ് ഞങ്ങൾ പുനരധിവാസ മേഖലകളിൽ ഞങ്ങളുടെ പിന്തുണ അറിയിക്കുന്നത്. ഗവൺമെന്റ് എങ്ങനെയാണോ തീരുമാനിക്കുന്നത് അവിടെ ആവശ്യമായ 100 വീടുകൾ വെച്ചു കൊടുക്കാമെന്ന് ഞങ്ങൾ പറഞ്ഞത്. ഗവൺമെന്റാണ് തീരുമാനിക്കേണ്ടത്, ഗവൺമെന്റാണ് പ്രപ്പോസൽ വെക്കേണ്ടത്. ഗവൺമെന്റ് തരുന്ന ഭൂമിയിൽ ഗവൺമെന്റ് പറയുന്ന മാർഗനിർദ്ദേശങ്ങൾക്ക് അനുസരിച്ച് ഗവൺമെന്റിന്റെ ഈ വീടുകൾ ഉൾപ്പെടെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാമെന്നാണ് ഞങ്ങൾ പറഞ്ഞത്. അല്ല, ഞങ്ങൾ പ്രത്യേകമായി മറ്റൊരു സംവിധാനം ചെയ്യണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുമില്ല. ഇതാണ് ഞങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട പറയാനുള്ളത്. അങ്ങ് പറഞ്ഞത് 100% പോലും ഞങ്ങൾ ഇക്കാര്യത്തിൽ ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവും കേരളത്തിലെ പ്രതിപക്ഷ നേതാവും കേരളത്തിലെ MP-മാരും കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയും UDF-ഉം ഇക്കാര്യത്തിൽ സർക്കാരിന്റെ ഈ ഒരു ദുരന്ത മുഖത്തിൽ ഉണ്ടാകുന്ന നല്ല പ്രവർത്തനങ്ങളെ, മാതൃകാപരമായ പ്രവർത്തനങ്ങൾക്ക് നിങ്ങൾക്കൊപ്പം ഉണ്ടാകുമെന്നാണ് എനിക്ക് പറയുന്നത്. വളരെ പോസിറ്റീവായ മറുപടിയാണ് PM നിയാസിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്.